ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി ഇത് ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്, പക്ഷെ അതൊന്ന് ലോങ് വീഡിയോ ആക്കി ഇടാമെന്ന് തോന്നി. അപ്പോൾ ചാനൽ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കണ്ട. നമുക്ക് ഡെയിലി വ്ളോഗ്സും പിന്നെ കുക്കിംഗ് വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. ഇത് സ്കൂളില്ലാത്തൊരു ദിവസത്തെ, അതായത് ശനിയാഴ്ച എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് കുക്കിങ്ങിനായിട്ട് നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു. ഇങ്ങനെ ഞാൻ അധികം കൂട്ടാനുകളൊന്നും ഇവിടെ ഉണ്ടാക്കലില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഞാൻ സ്കൂളിൽ നിന്നാണ് ഫുഡ് കഴിക്കുക. അവിടെ ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന, അതായത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ചോറും ചെറുപയറും അങ്ങനെ സിമ്പിളായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ സ്കൂളിൽ അങ്ങനെ ഒന്നല്ല കേട്ടോ. സ്കൂളിൽ ചോറും അതിൽക്കൊരു കറിയും പിന്നെ അതിൽക്കൊരു ഉപ്പേരിയും അങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാകും. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ കപ്സയോ ബിരിയാണിയോ അങ്ങനെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാകും. ഇപ്പം എല്ലാ സ്കൂളുകളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പം ഞാൻ എന്നും സ്കൂളിൽ നിന്ന് തന്നെയാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറ്. എല്ലാവരും കൂടെ ഇരുന്ന് കുറേ കൂട്ടാനുകളൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ചോറ് കഴിക്കും. പിന്നെ രാവിലെ കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ കിഴങ്ങ് പൊരിച്ചതോ അല്ലെങ്കിൽ വല്ല ചിക്കൻ പൊരിച്ചതോ മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമാണ് ഉണ്ടാക്കുക. അപ്പോൾ രാവിലെ വെച്ച ചോറുണ്ടാവും, പക്ഷെ അതിക്ക് കാര്യമായിട്ടുള്ള കൂട്ടാനുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വല്ല ഈസി റെസിപ്പീസും തപ്പിപ്പിടിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കാറാണ് അധികവും പതിവ്. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച കിട്ടിയപ്പോൾ നല്ലൊരു സാമ്പാറും അവിയലും മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് അച്ചാറൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാനൊരു പൂതി. അല്ലെങ്കിൽ ശനിയാഴ്ച ഒന്നില്ലെങ്കിൽ വീട്ടിൽ പോകും, അല്ലെങ്കിൽ വീട് മൊത്തം ഒന്ന് ക്ലീൻ ആക്കാൻ നിൽക്കും. ഇത് രണ്ടും ഞാൻ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് നിന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സാമ്പാറിനും അവിയലിനുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് ഫുള്ള് വീടൊക്കെ നടിച്ചോരി നിന്നിട്ടാണ് ഞാൻ കുക്കിങ്ങിന് നിന്നത്. അല്ലെങ്കിൽ ആകെ പരന്ന് കിടക്കുമല്ലോ. ആരെങ്കിലും പെട്ടെന്ന് വീട്ടിലേക്ക് വന്നാൽ വീട് മൊത്തം ആകെ പരന്ന് കിടക്കാവും. അല്ലെങ്കിൽ അതങ്ങനെയാണ്, നമ്മൾ മൊത്തം വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാൽ ഒരാളും വരില്ല. അഥവാ ഒന്ന് പരന്ന് കിടക്കുകയാണെങ്കിൽ അന്ന് ആരെങ്കിലൊക്കെ ആയിട്ട് വരാനുണ്ടാകും. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ അതിൽ തലയും വാലൊക്കെ പോകാനുണ്ടാവില്ല. അതാണ് ഞാൻ സാമ്പാറിക്ക് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. സാമ്പാറിനുള്ള കഷ്ണങ്ങളിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കായപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടോ. പിന്നെ അത് വേവായി വരുമ്പോഴത്തേക്കും ഞാൻ അവിയലിനുള്ള കഷ്ണങ്ങളും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതും വേവിക്കാൻ വെച്ചു. സാമ്പാർ ഞാൻ എത്ര ഉണ്ടാക്കിയാലും അതിന് സാമ്പാറിൻ്റെ രുചി എന്നും കിട്ടിയിരുന്നില്ല. പിന്നെ ഞാനൊരു ദിവസം യൂട്യൂബിൽ ഒരു ഷോർട്സ് കാണുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു സാമ്പാറിൻ്റെ റെസിപ്പി കിട്ടിയത് കേട്ടോ. പിന്നെ ഞാൻ അതുപോലെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോഴാണ് സാമ്പാർ എന്നുള്ള ഒരു പേരിനോട് ഇത് കുറച്ച് നീതി പുലർത്തിയത്. അപ്പോൾ എന്തായാലും കഷ്ണങ്ങളൊക്കെ വേവായി വരുന്ന സമയത്തിന് കുറച്ച് അരപ്പ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉഴുന്നും ഉലുവയും ചെറിയ ജീരകം ചെറിയുള്ളി പിന്നെ വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ഒരു പിടി തേങ്ങ ഒന്ന് വറവായി വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും ഇട്ടിട്ട് ആദ്യം ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. പിന്നെ അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് പുളിവെള്ളവും കുറച്ച് പരിപ്പും കൂടെ ഒഴിച്ച് പിന്നെ നമ്മൾ ഒന്ന് വാട്ടി വെച്ച തക്കാളിയല്ല വെണ്ടക്ക അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഈ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ താളിച്ചൊഴിക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ കായപ്പൊടിയും ഇട്ടിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ സാമ്പാർ റെഡി. ഇനിയിപ്പോൾ അടുത്തത് അവിയലിനുള്ളതാണ്. അവിയലും ഏകദേശം സാമ്പാറായപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ വേവായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കുള്ള അരപ്പിലേക്ക് തേങ്ങയും പിന്നെ 2 പച്ചമുളകും ചെറിയുള്ളിയും പിന്നെ കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവസാനമായിട്ട് ഗ്യാസ് ഓഫാക്കി കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുത്തു. അതിലും ഞാൻ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്, കാരണം എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അധികം ഫുഡ് ഉണ്ടാക്കണതിലൊക്കെ ഞാൻ മല്ലിയില ഉപയോഗിക്കും. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ മീനാണ് ഞാൻ ആദ്യം വൃത്തിയാക്കി അതിലേക്ക് മസാല ഒക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു 3 കഷ്ണം മീനും എടുത്ത് പൊരിച്ചു. അതൊക്കെ കഴിഞ്ഞ് വീട് മൊത്തം ഒന്ന് അടിച്ചു വാരി തുടച്ച് പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 2-2:30 മണിയായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ആ നല്ല വിശപ്പ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കിഷ്ടപ്പെട്ട കൂട്ടാനൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്.
പിന്നെ നമ്മളെ ചാനലിലെ ഫസ്റ്റ് ഗീവ് അവേ അടുത്ത ആഴ്ച ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഈ ചാനലിൽ 2 സമയത്താണ് ഒരു ദിവസം വീഡിയോ ഇടുക, 2 മണിക്കും പിന്നെ രാത്രി 9 മണിക്കും. അപ്പോൾ ഡെയിലി വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്ത ആഴ്ച വരുന്ന ഗീവ് അവേയിൽ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.